മക്കളൊന്നും കാണാമല്ലോ. ആരാണ്? ഓയിസി കണ്ടിട്ട് സൈക്കിള് മേടിക്കാൻ വന്ന. അതാണ് സൈക്കിള്. പൈസ കൊണ്ടെന്നാ? പൈസ കൊണ്ടുവന്ന്. എത്രയായിരുന്നു? 2500. ചാറ്റ് ചെയ്തപ്പോ കുറച്ച് തരാന്നല്ല പറഞ്ഞേ. അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, വേറെ ആൾക്കാർ വന്ന് ചോദിച്ചായിരുന്നു. അവര് വേണമെങ്കിൽ എടുത്തോണ്ട് പോകും. 2500 ഉണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് തരുള്ളൂ. 1500 തന്നിട്ട് ബാക്കി 1000 അടുത്ത മാസം തന്നാ മതിയാ. ഇതെന്ത് EMI യാ? ഇവിടെ ഇൻസ്റ്റാൾമെന്റ് ഒന്നുമില്ല. അതെ, ഇവന് പത്രം ഇടാൻ പോവാനായിട്ടായിരുന്നു രാവിലെ. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നിനക്ക് വേണമെങ്കിൽ എടുത്തിട്ട് പോ. ഞങ്ങളെന്നാ പിന്നെ വരാം. ആ ഗേറ്റ് എടുത്തേക്കണ്ട. ആരാ? അതാ സൈക്കിൾ നോക്കാൻ വന്ന ആൾക്കാർ. ചേച്ചി വേണ്ടമേ ചോദിക്കും, ഞാൻ പത്രം കവറിൽ കൊണ്ടുപോയിക്കോളാം. അമ്മ ചോദിച്ചോളാം. എന്താ വന്നേ? അതെ, OLX-ല് സൈക്കിൾ ഇട്ടിട്ടുണ്ടായേ. മോളെ സൈക്കിള് എന്നിട്ട് നോക്കുന്നില്ലേ? അത് പൈസ തികഞ്ഞില്ല. പൈസ അതില് ഇട്ടതല്ല കൊടുന്നത്. അല്ലാതെ കൊച്ച് എന്തെങ്കിലും കുറച്ച് തരാന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ആ പൈസ 2500 രൂപയാണ്. അതിന് ആരൊക്കെ വേറെ വന്നിട്ടുണ്ട്. അത്ര ഇല്ല കയ്യില്. ഇങ്ങനെ സ്കൂളിൽ പോവാനാ? സ്കൂളിൽ പോവാനല്ല. നിനക്ക് ആ സൈക്കിൾ ഇഷ്ടായോ? ഒന്ന് പോയി നോക്കി നോക്ക്. അവന് ക്ലാസ് പോവാനാ? അവന് പത്രം ഇടാൻ പോവാനാ നാളെ മുതൽ രാവിലെ. കുഞ്ഞല്ലേ ചേച്ചി? ഞാൻ പറഞ്ഞിട്ടല്ല. പത്രം ഇടാൻ പോവാനല്ലേ? അപ്പൊ അവന്റെ ഫാദർ? അവന്റെ 1.5 വയസ്സുള്ളപ്പോ ഒരു ആക്സിഡന്റ് ആയതാ. ഡ്രൈവറായിരുന്നേ. അവന് സൈക്കിൾ ഇഷ്ടായി തോന്നുന്നു. ഇഷ്ടായി. ചെറിയ പഞ്ചറൊക്കെ ഉണ്ടല്ലോടാ. 1500 തന്നാ മതിയാ. അടുത്ത മാസം തന്നാ മതി 1000. ഉള്ളത് മതി ചേച്ചി. നിന്റെ അടുത്ത് റെയിൻകോട്ട് ഉണ്ടോ മഴയത്ത് കൊണ്ടുപോവാൻ? കൊട ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടോ? എനിക്കറിയാം. റെയിൻകോട്ടൊന്നും ഇല്ല അല്ലേ? ഇല്ല. കൊട ഉണ്ടോ? അമ്മയുടെ കൊടയുണ്ട്, അത് വെച്ച് പോകും. നമുക്ക് വേറെ മേടിക്കാം. വേറെ മേടിച്ചു. അല്ല, നീ പത്രം കിട്ടുകഴിഞ്ഞിട്ട് എപ്പോഴാ പഠിക്കാ? വൈകിട്ട് ഞാൻ കോഴിക്കടയിൽ പോകണ്ട്, അവിടെ നിന്ന് പഠിക്കും. നന്നായി പഠിക്കും. ചേച്ചി പൈസ ഓടിച്ചു വെച്ചോളൂ ചേച്ചി. ഇല്ല ചേച്ചി, ഇത് എന്നേക്കാ ആവശ്യം നിങ്ങൾക്കാ. പിന്നെ നല്ലൊരു റെയിൻകോട്ട് മേടിക്കുക, നല്ലൊരു കുട മേടിക്കുക. പിന്നെ ഇതിന്റെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ മാറ്റാൻ എന്തായാലും നിങ്ങൾക്ക് ഉപയോഗപ്പെടും. മതി. ശ്രദ്ധിക്കണം കേട്ടാ. റോട്ടിൽ കൂടെ പോകുമ്പോ ശ്രദ്ധിക്കണം. സർക്കസ് ഒന്നും വേണ്ട സൈക്കിളില്. ശ്രദ്ധിക്കണം. ഓക്കോ. പൈസ തന്നാ? ഞാൻ ഒരു ഗൂഗിൾ പേ ഉണ്ട്. ചെല്ലടാ. അതെ, ഈ മനുഷ്യന്റെ മുഖത്ത് ചിരി കണ്ടോ? അദ്ദേഹത്തിന്റെ ആ ചിരിയിൽ അറിയാം, ആ കണ്ണുകളിൽ അറിയാം, അദ്ദേഹവും ഇങ്ങനെയൊക്കെയുള്ള ഏതൊക്കെയോ സാഹചര്യത്തിലൂടെയാണ് കടന്നു വന്നത്. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ കടന്നു വന്ന സാഹചര്യം, നമ്മൾ അനുഭവിച്ച വേദനകളിലൂടെ മറ്റൊരു ജീവൻ പോകുന്നത് കണ്ടാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ നന്മകളുണ്ട്. പക്ഷേ അത് പ്രവൃത്തിയിൽ ആരും വരുത്താറില്ല. പ്രവൃത്തിയിലും നന്മകൾ വിതറട്ടെ.